നമസ്കാരം. മൈ വേൾഡിലേക്കും ഇന്നത്തെ ടാരോ റീഡിങ്ങിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ വ്യൂവേഴ്സിനും എൻ്റെ പ്രിയപ്പെട്ട മെമ്പേഴ്സിനും സ്വാഗതം. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാനിന്ന് നോക്കാൻ പോകുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ സാഹചര്യമാണ്. നിങ്ങളുടെ വ്യക്തിയുടെയും നിങ്ങളുടെ റിലേഷന് തടസ്സമായിട്ട് നിൽക്കുന്നത് ആരാണോ അവരാണ് തേർഡ് പാർട്ടി ആയിട്ട് പറയുന്നത്. പലരും ചോദിച്ചിട്ടുണ്ട്, അതാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. അതേപോലെ തേർഡ് പാർട്ടി സിറ്റുവേഷന് നിങ്ങളുടെ വ്യക്തിക്ക് അവരോടുള്ള ഫീലിങ്സും തിരിച്ച് എന്താണ് അവരുടെ സിറ്റുവേഷനും സാഹചര്യങ്ങൾ എന്താണെന്നുള്ളതാണ് ഞാനിന്ന് നോക്കാൻ പോകുന്നത്. അപ്പം ഇത് തികച്ചും ഒരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് വീഡിയോയാണ്. അതുകൊണ്ട് നിങ്ങളിത് എപ്പോൾ മുതൽ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് ഒരുപാട് പേരുടെ എനർജി സാമ്യമുള്ള റീഡിംഗ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക. അല്ലാത്ത കാര്യങ്ങൾ ഫോഴ്സ്ഫുള്ളി നിങ്ങളിലേക്ക് വലിച്ചടുപ്പിക്കാനായിട്ട് ശ്രമിക്കരുത്. നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കളയാവുന്നതാണ്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിരുന്നു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ സാഹചര്യം നോക്കണമെന്ന്. അതുകൊണ്ടാണ് ഇന്ന് ഞാനിത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ നോക്കുന്നത്. അതേപോലെ എൻ്റെ ചാനലിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനും എന്നെ സ്നേഹിക്കുന്നതിനും ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ ചാനൽ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ചാനലിൽ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്, യൂട്യൂബ് ചാനലിലാണ്. അതിനകത്ത് നിങ്ങൾക്ക് മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 10 ദിവസം കൂടുമ്പോൾ 2 കാർഡ് റീഡിംഗ്, ഒരു ഗൈഡൻസ് പോലെയോ അല്ലെങ്കിൽ ഒരു 1 ക്വസ്റ്റ്യൻ റീഡിംഗ് പോലെയോ ഞാൻ ചെയ്തു തരുന്നതാണ്. അതിൻ്റെ മെമ്പേഴ്സിന് മാത്രമാണ്. അത് ചാനലിൽ കൂടെ തന്നെയാണ് ജോയിൻ ചെയ്ത് ക്യാഷ് അടച്ച് കയറേണ്ടത്. അതിനകത്ത് ഓപ്ഷനുണ്ട്, അതിനകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കയറിയാൽ മതി. അതേപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്ങിൻ്റെ നമ്പരും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക റീഡിങ് കാണുന്നതിന് മുമ്പ്. എന്നിട്ട് നിങ്ങൾ കണക്റ്റ് ആവുക, ലൈക്ക് ചെയ്തിട്ട് കാണുക, നിങ്ങളെ വ്യക്തിയെ മനസ്സുകൊണ്ട് ആലോചിക്കുക. ഓക്കെ, നമുക്ക് റീഡിങ്ങിലോട്ട് പോകാം. നമുക്ക് കാർഡ്സ് എടുക്കാം. നിങ്ങളുടെ വ്യക്തിയുടെയും ഇടയിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യവും അവർ തമ്മിലുള്ള ഒരു സിറ്റുവേഷനും എന്താണ് എന്നുള്ളതാണ് ഞാൻ നോക്കാൻ പോകുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ കറണ്ട് ഫീലിങ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഹൈ പ്രീസ്റ്റേഴ്സ് ആണ് വന്നേക്കുന്നത്. ഇവരെ ആർക്കും അങ്ങോട്ട് പിടുത്തം കിട്ടാത്ത ഒരു പ്രകൃതമാണ്. ഹൈഡിങ് പേഴ്സണാലിറ്റിയാണ്. വളരെ ഒരു ഇൻറ്റ്യൂഷൻ്റെ കാർഡ് കൂടിയാണ് ഈ ഒരു ഹൈ പ്രീസ്റ്റസ്. മേജർ അർക്കാന കാർഡാണ്. അപ്പം ഇവർ ഹൈഡ് ചെയ്യുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ. ഇവർ ഓപ്പൺ മൈൻഡഡ് അല്ല. മനസ്സിനകത്ത് ഒരുപാട് നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും ഇടയിലുള്ള ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്ന ആ ഒരു അവരെന്ന് പറയുമ്പോൾ, അല്ലെ ആ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അവരുടെ ഇൻറ്റ്യൂഷൻ അനുസരിച്ച് പെരുമാറുന്ന ആൾക്കാരാണ്. അവരുടെ മനസ്സിലിരിപ്പ് കണ്ടുപിടിക്കാനായിട്ട് ആർക്കും കഴിയില്ല എന്നുള്ളതാണ്. വളരെ ഹൈഡ് ചെയ്ത്, എല്ലാ കാര്യങ്ങളും ഹൈഡ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം നിങ്ങളുടെ വ്യക്തിക്ക് അവരോടുള്ള ഒരു ഫീലിങ്സ് എന്ന് പറയുമ്പോൾ 3 ഓഫ് സോൾസ് ആണ് വന്നേക്കുന്നത്. എന്നുവെച്ചാൽ ഒരു ഹാർട്ട് ബ്രേക്ക് ആയിട്ടാണ് നിൽക്കുന്നത്. നല്ല രീതിയിലല്ല. അതിനകത്ത് ക്ലാരിറ്റി പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഈ തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ വാക്ക് തർക്കങ്ങൾ ഉണ്ടായിരിക്കാം. ക്ലാരിറ്റി പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ. അവരുടെ എനർജി എന്ന് പറയുമ്പോൾ തന്നെ ഇവർക്ക് ക്ലാരിറ്റി കിട്ടുന്നില്ല. നിങ്ങളുടെ വ്യക്തിക്ക് ഇവരുമായിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഇവരോട് മറയ്ക്കുകയും ഒളിക്കുകയും ചെയ്യുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിക്കാണെങ്കിൽ എല്ലാ കാര്യത്തിനും വളരെ ക്ലാരിറ്റി വേണം എന്നുള്ളതാണ്. ചിലപ്പം നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് ചെയ്ത പ്രവൃത്തിയായിരിക്കാം ചിലപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് തിരിച്ച് കിട്ടുന്നത്. ഓക്കെ, ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് ഇതേപോലെ തെറ്റ് ചെയ്തിട്ടുണ്ടാവാം, മറച്ചു വെച്ചിട്ടുണ്ടാവാം, ഒളിച്ചു വെച്ചിട്ടുണ്ടാവാം. ക്ലാരിറ്റി ഇതേപോലെ വിഷമിച്ചിട്ടുണ്ടാവാം ഒരു പക്ഷേ. അതിപ്പോൾ തിരിച്ച് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആയിരിക്കാം. കാരണം അവരുടെ കയ്യിൽ നിന്ന് ഇവർക്ക് ക്ലാരിറ്റി കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പ്രശ്നങ്ങൾ നടക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അതേപോലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ പുറമേ ഉള്ള ഒരു ധാരണ എന്ന് പറയുമ്പോൾ പുറമേ 4 ഓഫ് കപ്സ് ആണ്. സ്നേഹം വെച്ച് നീട്ടിയിട്ടും എനിക്കതൊന്നും വേണ്ട എന്നുള്ളൊരു രീതിയിലാണ്
ഇപ്പോൾ അവരിയ്ക്കുന്നത് സ്റ്റക്കായിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ എന്തൊക്കെയോ കാര്യങ്ങളിനകത്ത് അവർ സ്റ്റക്കായിട്ടിരിക്കുന്നതായിട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇവർ തമ്മിൽ ആ ഒരു കെമിസ്ട്രി ഇപ്പോൾ വർക്കാവുന്നില്ല എന്നുള്ളതാണ്. ഇവരുടെ അടുത്ത് ഓപ്പൺ മൈൻഡഡ് ആയിട്ടല്ല ഇപ്പം ഈ നിങ്ങളുടെ വ്യക്തിയുടെ ഇടയിലുള്ള തേർഡ് പാർട്ടി പെരുമാറുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം ഇവർ അങ്ങോട്ട് അടുക്കാൻ ചെന്നാൽ പോലും എനിക്കതൊന്നും വേണ്ട എന്നുള്ളൊരു രീതിയിൽ നിഷേധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണുന്നത്. അല്ല, അതിൽ അവരുടെ മനസ്സിനകത്ത് ഇവരുടെ കയ്യിൽ നിന്ന് എന്തോ ഒരു ഇവർക്കിപ്പോൾ ഹാർട്ട് ബ്രേക്കായിട്ട് തോന്നിയാലോ അവർക്ക് തിരിച്ചിങ്ങോട്ട് എന്തെങ്കിലും ഫീൽ ചെയ്തോ അല്ലെങ്കിൽ എന്തോ വാക്ക് തർക്കങ്ങളോ സംസാര വിഷയങ്ങളോ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ ആ ഒരു കാര്യത്തിനകത്ത് തന്നെ സ്റ്റക്കായിട്ടിരിക്കുകയാണ്. നിങ്ങളുടെ വ്യക്തിയുടെ കയ്യിൽ നിന്ന് അവർക്ക് എന്തോ കിട്ടിയിട്ടുണ്ട്, ആ വ്യക്തിക്ക് എന്തോ കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ. അതിനകത്ത് പിടിച്ചിരിക്കുകയാണ് ഇപ്പോൾ അവർ, സ്റ്റക്കായിട്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അതേപോലെ അവരുടെ ആഴത്തിലുള്ള ഒരു ധാരണ, ആഴത്തിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വേണം എന്ന് തന്നെയാണ് ചിന്തിക്കുന്നത്. പുറമേ ഇങ്ങനെ സ്ട്രക്കായിട്ട് കാണിച്ചാലും ആഴത്തിൽ ചിന്തിക്കുമ്പോൾ ഇതും കൊണ്ടേ പോവൂ, ഇതങ്ങനെ വേണം. അത് ചിന്തിക്കാൻ കാരണം എന്ന് പറഞ്ഞാലും 10 ഓഫ് പെൻറ്റിക്കിൾസ് വരുമ്പോൾ അവിടെ ഫിനാൻസാണ് വരുന്നത്, ധനത്തിൻ്റെ ഊർജ്ജമാണ്. അവരിത് വിടാത്തതിൻ്റെ കാര്യം ഈ വ്യക്തിയുടെ കയ്യിൽ നിന്നുള്ള ധനത്തിൻ്റെ സോഴ്സ് പ്രതീക്ഷിച്ചാണ് അവർ ഇതിനകത്ത് നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഇവരോട് ഓപ്പൺ മൈൻഡഡ് അല്ല. ഇവരുടെ മനസ്സിലിരിപ്പ് എന്താണെന്നുള്ളത് നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ശരിക്കും അവർ ഹൈഡ് ചെയ്യുന്ന, അവരെ പറ്റി ചിലപ്പം ഒരു ദിവ്യപരിവേഷമുള്ള മാലാഖ എന്നുള്ള രീതിയിലായിരിക്കാം ചെന്ന് തല വെച്ചത് എന്നുള്ളതാണ്. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കങ്ങൾ, ക്ലാരിറ്റി പ്രശ്നങ്ങൾ അങ്ങനെയാണ്. പക്ഷെ പുറമേ ഇങ്ങനെ അഭിനയിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ പണത്തിനാണ് ഇമ്പോർട്ടൻ്റ്, പണത്തിന് എന്തോ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നുണ്ട് ഇവർ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ. ഇതിനകത്തുള്ള ഇവരുടെ ഒരു ചിന്ത ഒരുപാട് പ്ലാൻ ചെയ്തിട്ടാണ് ഇവർ നിൽക്കുന്നത് എന്നുള്ളതാണ്. 2 ഓഫ് വാൺസ് ആണ് വന്നേക്കുന്നത്, വാൺസിൻ്റെ എനർജിയാണ്. ഇത്തിരി എടുത്തുചാട്ടം, വാൺസ് എന്ന് പറയുമ്പോൾ ഫയർ എലമെൻ്റ് ആണ്. ഇച്ചിരി മുൻകോപവും എടുത്തുചാട്ടവും ഉള്ള വ്യക്തിയുമായിരിക്കണം ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പം അവർ എന്ത് കാര്യങ്ങളും പ്ലാൻ ചെയ്തേ ചെയ്യത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഇവരുടെ മനസ്സാർക്കും പിടികിട്ടാൻ പറ്റത്തില്ല. എടുത്തങ്ങോട്ട് കാട്ടുന്ന ഒരു മനസ്സല്ല ഇവരുടേത്. ഹൈഡിങ് പേഴ്സണാലിറ്റിയാണ്. എല്ലാം മനസ്സിനകത്തിട്ട് 100 തവണ ചിന്തിച്ചിട്ടേ അവർ പെരുമാറത്തുള്ളൂ. അവർ വർക്ക് ചെയ്തിട്ടേ അതിനകത്ത് ഇറങ്ങത്തുള്ളൂ എന്നുള്ളതാണ്. അല്ലാതെ അതേപോലെ തന്നെ എടുത്തുചാട്ടവും മുൻകോപവും ഉണ്ട്. ചിലപ്പോൾ ആ ഒരു മുൻകോപത്തിലും ഇവർക്ക് ചിലപ്പോൾ ഇതിനകത്ത് ക്ലാരിറ്റി, അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവുന്നുണ്ടായിരിക്കാം. ഫിനാൻസും ഉണ്ട് അതിനകത്ത്, ഫിനാൻസിൻ്റെ ഊർജ്ജവും വരുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ആലോചിച്ചാണ് ഇവർ കാര്യങ്ങൾ, ഇവർ മനസ്സിലിരിപ്പ് ആർക്കും അങ്ങോട്ട് പിടികിട്ടാത്ത ഒരു സാഹചര്യമാണ് ഇതിനകത്ത്. അതെ, ഇവർ ഈ വ്യക്തി എന്ന് പറയുമ്പോൾ ഒരു തീരുമാനം എടുത്ത് വെച്ചിട്ടുണ്ട് മനസ്സിനകത്ത്. അതിനെക്കുറിച്ചാണ് ഇങ്ങനെ 100 തവണ ഇരുന്ന് പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, അവർ ഒരുപാട് ആലോചിച്ച് എടുത്ത ഒരു തീരുമാനം എടുത്ത് വെച്ചിട്ടുണ്ട്. ആവേശോജ്വലമായിട്ടുള്ളൊരു തീരുമാനം, എയ്സ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. ഒരു ആശയം അവരുടെ മനസ്സിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. യെസ്, 7 ഓഫ് സോൾസ് ആണ് വന്നേക്കുന്നത്. 7 ഓഫ് സോൾസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഹൈഡ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. എന്തോ ഒരു ഇവരോട് പറയാത്ത എന്തോ ഒരു കാര്യം ഇവർ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിക്കെതിരെ ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടായിരിക്കും ഇവരുടെ കൂടെ പോയത്, ഈ വ്യക്തിയുടെ കൂടെ പോയത്. ഇപ്പോൾ ഇവരെ എന്തോ ഹൈഡ് ചെയ്ത് മറച്ച് വെക്കുന്നുണ്ട്. അതിനകത്ത് പങ്കാളിയുടെ അടുത്ത് നിന്ന് എന്തൊക്കെയോ മറച്ച് വെക്കുക, ഒളിച്ച് വെക്കുക, ചതി ചെയ്യുക, വഞ്ചന ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള എന്തോ ഒരു സിറ്റുവേഷനിലാണ് ഇവർ നിൽക്കുന്നത് എന്നുള്ളതാണ്. മത്സരബുദ്ധിയോടുകൂടിയാണ് ഇപ്പം ഇവർ നിൽക്കുന്നത്. എന്തായാലും ജെനുവിനായിട്ടുള്ളൊരു സ്നേഹത്തോടെ, ദിവ്യ പ്രണയത്തോടു കൂടിയൊന്നും അല്ല ഇപ്പോൾ പോകുന്നത്. എന്തായാലും അവിടെയും സമാധാനം ഇല്ല എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ചട്ടനെ പൊട്ടൻ ചതിക്കുമ്പോൾ പൊട്ടനെ ദൈവം ചതിക്കുമെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞതുപോലെ ഒരിടത്ത് കൊടുക്കുമ്പോൾ വേറൊരിടത്തു നിന്ന് കിട്ടും.
എന്നുള്ളതാണ് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ ഒരു സാഹചര്യം. ഇവർ വളരെ ഒരു കുറുക്കൻ്റെ ബുദ്ധിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആലോചിച്ച് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ്. ചിലപ്പോൾ കിട്ടാവുന്ന അത്ര മേടിച്ചെടുത്തിട്ട് പിൻവലിയാനുള്ള സാഹചര്യവും ആവാം. ഓക്കെ, അതായിരിക്കാം ആധികാരികമായിട്ടിരുന്ന് പ്ലാൻ ചെയ്യുന്നതും അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നതും. എന്തായാലും ഇവരെ മറച്ചാണ് എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ വ്യക്തിയെ മറച്ചാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഒരു സൈഡിൽ നിന്ന് നമ്മൾ കൊടുക്കുമ്പോൾ വേറൊരു സൈഡിൽ നിന്ന് കിട്ടും എന്നുള്ളത്. അപ്പം ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ആയിരിക്കും ഇതേപോലെ ചീറ്റ് ചെയ്തിട്ട് പോയേക്കുന്നത്, ഹാർട്ട് ബ്രേക്ക് തന്നേക്കുന്നത്, നിങ്ങൾക്കാണ് ഹാർട്ട് ബ്രേക്ക് തന്നേക്കുന്നതെന്നെങ്കിൽ അതിപ്പം കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു സൈഡിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുകയായിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ കയ്യിൽ നിന്ന്. ദ ലവേഴ്സ്, അതെ, ലവേഴ്സ് കാർഡും 2 ഓഫ് സോൾസുമാണ് വന്നേക്കുന്നത്. അപ്പം ഇതിനകത്ത് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനകത്ത് ഇവർക്ക് ആഴത്തിലുള്ളൊരു ബന്ധവുമുണ്ട്. പക്ഷേ ഒരു തീരുമാനം എടുക്കാനും കഴിയുന്നില്ല. ഇതിനകത്ത് ഇവർ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് ഈ റിലേഷനകത്ത്. ചിലപ്പം അവരും ഇതേപോലെ എടുത്തു ചാടി വന്നതായിരിക്കാം ഇതിനകത്ത്, നിങ്ങളുടെ വ്യക്തിയെ പോലെ തന്നെ. പക്ഷേ ഒരുപാട് കമ്മിറ്റഡ് ആണ് ഇവിടെ, അതാണ് കാണിക്കുന്നത്. ലവേഴ്സാണ് വന്നേക്കുന്നത്. ആഴത്തിലുള്ള ബന്ധം ഇതിനകത്തുണ്ട്. പക്ഷേ ഇവരങ്ങോട്ട് ഓവറായിട്ട് എല്ലാം ഹൈഡ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. അത് പുറമേ കാട്ടുന്നില്ല. ഒരുപാട് പെയിൻ അനുഭവിക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം സ്വയം കണ്ണ് കെട്ടി ഇരിക്കുകയാണ്. എന്ന് വെച്ചാൽ 2 ഓപ്ഷൻ ഉണ്ട് അവർക്ക്. ഏത് ചൂസ് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ ഇങ്ങനെ കൺഫ്യൂഷനായിട്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ എന്തോ ഒരു ഹൈഡിങ് ഉണ്ട് ഇവർക്ക്. വേറെ ഏതോ ഒരു അക്കരപ്പച്ച കണ്ടിട്ടുണ്ടാവാം, ചിലപ്പോൾ അങ്ങനെയും ആവാം. അല്ലെങ്കിൽ ഫിനാൻഷ്യലായിട്ടുള്ള എന്തെങ്കിലും ചതി ആയിരിക്കാം ഇവരുടെ ഭാഗത്തുനിന്ന് കിട്ടുന്നത്. പക്ഷേ ഇതോടൊപ്പം തന്നെ ഇവരെ മനസ്സിനകത്ത് സ്നേഹവും ഉണ്ട്. ഇവരുമായിട്ടുള്ള റിലേഷനിൽ ജീവിച്ചതിനകത്തൊരു സ്നേഹവും അവരുടെ മനസ്സിനകത്ത് എവിടെയോ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു തീരുമാനം എടുക്കാനായിട്ട് കഴിയുന്നതുമില്ല. ഇങ്ങനെ ക്ലാരിറ്റി കിട്ടുന്നില്ല. ഒരുപാട് പെയിനും ഇതിനകത്ത് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് ഇവരുടെ നെക്സ്റ്റ് തീരുമാനം? എന്താണ്? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. അതെ, ഞാൻ പറഞ്ഞല്ലോ, ഫിനാൻസാണ് ഇവരുടെ പ്രശ്നം എന്നുള്ളതാണ്. ഒരുപാട് ഫിനാൻഷ്യലി ഉള്ള ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ഇവർക്ക്. അത് ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് വർക്കൗട്ട് ആവുന്നില്ല എന്നുള്ളതായിരിക്കാം. എയ്സ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് വന്നത്. ഒരുപാട് മാനിഫെസ്റ്റേഷൻ, ഒരുപാട് സ്വപ്നങ്ങൾ, ജീവിത യാഥാർത്ഥ്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ അവരുടെ മനസ്സിനകത്തുണ്ട്. ചിലപ്പോൾ അവർ പ്രതീക്ഷിച്ച പോലെയുള്ളൊരു ജീവിതമായിരിക്കില്ല അവർക്കിവിടുന്ന് ലഭിച്ചത് എന്നുള്ളതാണ്. മെയിനായിട്ടും ഈ വ്യക്തി പെൻറ്റിക്കിൾസിൻ്റെ ഊർജ്ജമാണ്. കൂടുതലും ധനത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് ഇതിനകത്ത് ഈ ഒരു റിലേഷനിൽ കമ്മിറ്റഡ് ആണ്. കൂടുതൽ സ്നേഹം അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഈ ഒരു പ്രശ്നം വന്നത്. അത് സ്റ്റക്കായിട്ട് നിൽക്കുന്നത് അതുകൊണ്ടാണ്. ഏത് തീരുമാനം എടുക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെയും ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നുണ്ടെങ്കിലും പണത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. ഇവിടെയും പണത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ, സ്വപ്നങ്ങൾ ഉണ്ട്. അത് പക്ഷേ യാഥാർത്ഥ്യമാവുന്നില്ല. അതാണ് ഇവരുടെ പ്രശ്നം എന്നുള്ളത്. അതുകൊണ്ട് ഇതിനകത്ത് ഇവർക്ക് നിൽക്കാനും പറ്റുന്നില്ല, നിൽക്കാതിരിക്കാനും പറ്റുന്നില്ല. എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാത്ത, ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ ഇങ്ങനെ കുടുങ്ങി നിൽക്കുകയാണ് ഈ വ്യക്തി. പക്ഷേ ഇവരോടിപ്പം പണ്ട് സ്ട്രോങ് ബോണ്ടിങ് ആയിരുന്നെങ്കിൽ, ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനും നിങ്ങളുടെ വ്യക്തിയും കൂടെ തമ്മിൽ ഇപ്പോൾ ഒരു പണ്ട് കാലത്ത് അല്ലെങ്കിൽ മുമ്പേ ഭയങ്കര സ്ട്രോങ് ബോണ്ടിങ് ആയിരുന്നെങ്കിൽ ആ ഒരു പഴയ സ്ട്രോങ് ബോണ്ടിങ് ഒന്നും ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ്. ക്ലാരിറ്റി ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങൾ, പ്രശ്നങ്ങൾ, അതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇതിനകത്ത് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം പൊതുവേ ഇതിനകത്ത് ഒരു വ്യക്തതയില്ലാത്തൊരു സാഹചര്യത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. കണ്ണ് കെട്ടിയ ഒരു സാഹചര്യത്തിൽ ഇവരിങ്ങനെ ഇരിക്കുകയാണ് എന്നുള്ളതാണ്. നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയുടെയും ഇടയിലുള്ള ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം ഞാൻ പറഞ്ഞല്ലോ. അവരുടെ ഒരു ഫീലിംഗ് നോക്കാൻ നേരത്തും ക്ലാരിറ്റി കിട്ടുന്നില്ല അവരുമായിട്ട്. എന്ന് വെച്ചാൽ ഹാർട്ട് ബ്രേക്കാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളും വഴക്കുകളും പ്രശ്നങ്ങളും, ഒരുപാട് പെയിൻ അവരും അനുഭവിക്കുന്നുണ്ട്. കാരണം ഇത് മൈനർ അർക്കാന കാർഡ് ആയതുകൊണ്ട് തന്നെ
അവനോൻ വരുത്തി വെച്ച വിനയാണ് ഇത്. മേജർ ആർക്കാന കാർഡ് ആണെന്നുണ്ടെങ്കിൽ ഇത് ആത്മീയമായിട്ടുള്ളൊരു പാഠമാണെന്ന് നമുക്ക് പറയാം. പക്ഷേ ഇത് ഇവർ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വന്ന് വീഴുക എന്ന് പറയുന്നത് പോലെ അവനവൻ കുഴിച്ച കുഴിക്കകത്ത് തന്നെയാണ് ഇപ്പോൾ ഇവർ കിടക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടല്ലോ, ആ വ്യക്തി ഭയങ്കരമായിട്ട് പ്ലാനിങ്ങും ഒക്കെ ഉള്ളതാണ്. ബ്രെയിൻ ഉപയോഗിച്ച് മുന്നോട്ട് പോകുന്നവരാണ്, ചുമ്മാ മണ്ടത്തരം കാണിക്കുന്നവരല്ല. അവർ പ്ലാൻ ചെയ്താണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പക്ഷേ എവിടെയോ ഒരു പെയിൻ അനുഭവിക്കുന്നുണ്ട്. ഈ റിലേഷനെ അങ്ങോട്ട് വിട്ട് പിരിയാനും പറ്റുന്നില്ല. ഒരു വല്ലാത്ത സിറ്റുവേഷൻ. എന്തായാലും ഒരു കുറുക്കൻ്റെ ബുദ്ധിയാണ് അവർക്ക്. എന്തായാലും വല്ലാത്തൊരു സ്റ്റക്കായിട്ടുള്ള സിറ്റുവേഷനിൽ ഒരുപാട് പെയിൻ അനുഭവിക്കുന്നുണ്ട്. ചിലപ്പോൾ അവരുടെ കർമ്മയായിരിക്കാം ഇവർ ഈ അനുഭവിക്കുന്നത്. കാരണം അവരുടെ ഒരു റിലേഷൻഷിപ്പ് എടുക്കാൻ നേരത്ത് എനിക്ക് മേജർ ആർക്കാന കാർഡും വന്നിട്ടുണ്ട്. ഒരു പക്ഷേ അവർക്കും ഈ ഒരു റിലേഷൻ കൊണ്ടൊരു കർമ്മ അനുഭവിക്കാനുണ്ടായിരിക്കാം. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കർമ്മ എന്തായാലും അനുഭവിച്ചിരിക്കും. അത് ആരായാലും അതായിരിക്കാം അവർ ചിലപ്പോൾ ഈ റിലേഷൻ കൊണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിക്കും അത് തിരിച്ച് കിട്ടുന്നുണ്ടായിരിക്കാം. ഇവരെ കൊണ്ട്, ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെ കൊണ്ട് ഇതെല്ലാം അനുഭവിക്കണം ഇന്ന സമയത്ത്. അതുകൊണ്ടാണ് ഇവിടെ ചെന്ന് കയറിക്കൊടുത്തത്, അങ്ങനെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്നുള്ളത്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ചട്ടനെ പൊട്ടൻ ചതിക്കുമ്പോൾ പൊട്ടനെ ദൈവം ചതിക്കുമെന്ന് പറഞ്ഞ ഒരു സാഹചര്യം കിട്ടി. നമ്മൾ അങ്ങോട്ട് കൊടുത്തത്, ഒരിടത്ത് കൊടുത്തത് വേറൊരിടത്തുനിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞൊരു ഫീലിങ്സ് സിറ്റുവേഷൻ. ഓക്കെ, അതേപോലെ ഏസ് ഓഫ് പെൻഡിക്കിൾസ് ആണ്. ചിലപ്പം ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റി, ഞാൻ പറഞ്ഞില്ലേ തേർഡ് പാർട്ടി സിറ്റുവേഷന് ഫിനാൻസാണ് അവരുടെ മെയിൻ പ്രശ്നമായിട്ട് കിട്ടുന്നത്. അത് ആ ഒരു ലക്ഷ്യം കണ്ടു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ഇതിനകത്തുനിന്ന് പിൻവലിയാനുള്ളൊരു സാഹചര്യവും കാണുന്നുണ്ട്. പക്ഷേ ഒരുപാട് ഭാരം ചുമന്നുകൊണ്ടാണ് അവർ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ വ്യക്തിയുടെ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്കിവിടെ മനസ്സിലാക്കുന്നത്. ഒരു ലക്ഷ്യബോധത്തോടു കൂടിയാണ് പോകുന്നത്. ഇത് എവിടെയെങ്കിലും കൊണ്ടുവന്നൊന്ന് ഇറക്കി വെക്കണം, എനിക്ക് മതിയായി എല്ലാം കൊണ്ടും എന്നുള്ളൊരു ഫീലിങ്സ്. ആവേശം കാണിച്ചു. വാൺസിൻ്റെ എനർജിയാണ് ഫയർ എലമെൻറ്റ്. ഒരു സമയത്ത് ആവേശം കാണിച്ചു, ഇപ്പോൾ ആ ആവേശം ഇറക്കി വെക്കാനുള്ള ഒരു തിടുക്കത്തിലാണ് ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. അതാണ് തേർഡ് പാർട്ടിയുടെ ഒരു സാഹചര്യമായിട്ട് എനിക്ക് ഇന്ന് ഡിവൈൻ കാണിച്ച് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ സ്ട്രോങ് ആയിട്ട് പ്രാർത്ഥിക്കുക. തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യുക, യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ലൈഫുമായിട്ട് ഇത് കണക്റ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇതിലെ പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് ക്ലെയിം ചെയ്ത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ഒന്നും വലിച്ചടുപ്പിക്കാനായിട്ട് ശ്രമിക്കരുത്. ഇത് ഒരുപാട് പേരുടെ എനർജി സാമ്യമുള്ള റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുകയാണെങ്കിൽ കൂടുതൽ ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ മറ്റൊരു റീഡിങ്ങുമായിട്ട് നാളെ കാണാം. താങ്ക്